എപ്പോഴും നാം ന്യൂസ് വയ്ക്കുമ്പോൾ കേൾക്കുന്ന ഒന്നാണ്. 80 കോടി ജനത്തെ ഞാൻ ഫ്രീ ആയി ജനത്തിന് ഞാൻ ഫ്രീ ആയിട്ട് ആഹാരം നൽകുന്നു എന്ന് നരേന്ദ്രമോദി പറയാറുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതെന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്ന്? 2013 രണ്ടാം UPA ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്, ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ആ ആക്ട് പ്രകാരം, ആ ആക്ടിൽ എന്താണ് പറയുന്നത്? ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായാൽ ഇന്ത്യയിലെ 68% ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷ്യധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഭക്ഷ്യ എണ്ണ എന്നിവ നിർബന്ധമായും കൊടുത്തിരിക്കണം. അത് അവരുടെ ജന്മാവകാശം പോലെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള 68% ജനങ്ങളുടെ. എന്താ ഈ 68% ജനങ്ങളുടെ എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നത്? അതായത് താഴെ തട്ടിലുള്ള 68% ജനങ്ങളുടെ, അതായത് മേൽത്തട്ടിലുള്ള ബാക്കി ജനങ്ങൾക്ക് ഒരുപക്ഷെ പറന്ന് ഇന്ത്യ വിട്ടുപോയി ആഹാരം കഴിക്കാൻ പോലും ത്രാണി കാണും. പക്ഷേ അത് ത്രാണിയില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരിക്കണമെന്നാണ് ആ നിയമം അനുശാസിക്കുന്നത്. ആ നിയമപ്രകാരം നമ്മൾ 2020-21 കാലഘട്ടത്തിലെ കോവിഡ്, അന്ന് ഇന്ത്യ മുഴുവനും അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അടച്ചിട്ടിരുന്ന ആ ലോക്ക്ഡൗൺ കാലത്ത് തൊഴിലേ ലഭ്യമല്ലായിരുന്നു. ആകെ ലഭ്യമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലുകൾ മാത്രമായിരുന്നു. അങ്ങനെ സമസ്ത മേഖലകളും അടച്ചിട്ടിരുന്ന, ഇക്കോണമി സ്തംഭിച്ച് നിന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ എല്ലാവരും, നമുക്കറിയാം, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മരിച്ചു പോകുമായിരുന്നു പട്ടിണി കിടന്ന്. ആ 2013 UPA സെക്കൻഡ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ട്, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്റ്റാണ്. അത് മോദി ഗവൺമെൻറ്റിന് ലംഘിക്കാൻ കഴിയുകയില്ല. അങ്ങനെ മോദി ഗവൺമെൻറ് ആ സമയത്ത് ഈ പറയപ്പെട്ടത് 80 കോടി എന്ന് പറയണേ നമ്മുടെ ജനസംഖ്യയുടെ 168% ഓർക്കണം. 80 കോടിയുടെ തൊട്ട് മുകളിലോ തൊട്ട് താഴെയായിരിക്കും. നമ്മുടെ പോപ്പുലേഷൻ എത്രയാണെന്ന് അറിയാമല്ലോ? 142,86,00,000. അതിൻ്റെ 68% എത്രയാണ് എന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആ 142,86,00,000 ജനം, ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷനാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ്റെ 68% ഭക്ഷണം കൊടുക്കണമെന്നുള്ള ആ നിയമം അനുശാസിച്ചാണ് കോവിഡ് കാലത്ത് എല്ലാവർക്കും അരിയും ധാന്യങ്ങളും കൊടുത്തത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർക്കണം, ആ അരിയും ധാന്യങ്ങളും, അങ്ങനെ ഇവിടെ ഫ്രീ ആയി കിട്ടിയ അരിയും ധാന്യങ്ങളും കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും ആക്കി മാറ്റി. കമ്മ്യൂണിറ്റി കിച്ചണാക്കി മാറ്റിയത് ആരാ? കേരളത്തിലെ കുടുംബശ്രീ സ്ത്രീകൾ, കുടുംബശ്രീ വനിതകൾ. അങ്ങനെ കമ്മ്യൂണിറ്റി കിച്ചണും അത് കിറ്റാക്കി മാറ്റിയതാരാണ്? റേഷൻ കടക്കാർ. ആ റേഷൻ കടക്കാർ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് പറഞ്ഞാണ്? അത് കിറ്റാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്ത ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്ന 40 കോടി ഇതുവരെ തന്നിട്ടില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ റേഷൻ കടക്കാർ ബഹളം ഉണ്ടാക്കുന്നത്. അവർ പറഞ്ഞതാണ് അവർ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും സമരത്തിലേക്ക് പോകും, ക്രിസ്മസിന് റേഷൻ കടകൾ തുറക്കില്ല എന്നൊക്കെ. പക്ഷേ എന്തൊക്കെയോ പറഞ്ഞ് എങ്ങനെയൊക്കെയോ അവരെ പാസിഫൈ ചെയ്ത് വശത്താക്കി അവർ റേഷൻ കടകൾ തുറന്നിരുന്നു. കാരണം അവർ മനുഷ്യരാണല്ലോ, അവർക്ക് സാധാരണ ജനങ്ങളോടൊരു സഹാനുഭൂതി കാണും. പട്ടിണി കിടത്തരുത് പാവപ്പെട്ടവരെ എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കാണും. അതുകൊണ്ടാണ് അവർ റേഷൻ കടകൾ തുറന്നിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ 68% ഭക്ഷണം കൊടുക്കണം എന്നുള്ള നിയമം അനുസരിച്ചാണ് 80 കോടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്തത്. അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള മാർഗം, അതായത് ഭക്ഷ്യധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും എഡിബിൾ ഓയിലും ഫ്രീ ആയി കൊടുത്തത് നമ്മുടെ കോവിഡ് കാലത്ത്. അത് കോവിഡ് കാലത്തെന്ന് പറഞ്ഞാൽ അത് കോവിഡിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് 2022 മാർച്ച് വരെ, 2022 ഡിസംബർ വരെ ആ പദ്ധതി മോദി ഗവൺമെൻറ് തുടങ്ങി എന്നുള്ളത് മോദി ഗവൺമെൻറ് നന്മ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തുടർന്ന ആ പദ്ധതി പ്രകാരമാണ് നമ്മുടെ ഇവിടെയും ആ സമയത്തെല്ലാം വളരെ സമ്പുഷ്ടമായിട്ട് എന്താണ് പറയുക, വേണ്ട രീതിയിൽ റേഷൻ കടകൾ വഴി ഇതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ വരവിന് കളമൊരുങ്ങിയതും. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ നിയമത്തിൻ്റെ സഹായത്താലാണ് ഭക്ഷ്യസുരക്ഷാ ആക്ട് 80 കോടി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷേ മോദിജി എന്താ ഓരോ ദിവസവും നമ്മൾ ന്യൂസ് കേൾക്കുമ്പോൾ അതിൽ പറയുന്നത്, ഞാൻ 80 കോടി ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നു. എവിടുന്നാണ് മോദിജി 80 കോടി ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്? ഈ നാട്ടിലെ
പിന്നെ എന്താണ് നെല്ലും ഗോതമ്പും മറ്റ് ഭക്ഷ്യധാന്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകളിൽ നിന്ന് സംഭരിക്കുന്നതിന് കൊടുക്കുന്ന പണം ആരുടെ പണമാണ്? ഇവിടുത്തെ നികുതിദായകർ നൽകുന്ന പണം, ഞാനും നിങ്ങളും നൽകുന്ന പണം കൊടുത്താണ് ആ ധാന്യം അത്രയും സംഭരിക്കുന്നത്. അങ്ങനെ സംഭരിക്കുന്ന ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങൾ, ഈ പയറുവർഗ്ഗങ്ങൾ 24 ഐറ്റംസാണ് ഇന്ത്യയിൽ സംഭരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതിൻ്റെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ സംഭരിക്കുന്നത് 24 ഉൽപ്പന്നങ്ങളാണ്. അതിൽ 21 ഉൽപ്പന്നങ്ങളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ്. അത് പയറുവർഗ്ഗങ്ങളാകാം, അതുമല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളാകാം. അങ്ങനെ സംഭരിക്കുന്നത് നമ്മുടെ പണം കൊടുത്ത്, നമ്മുടെ സാധാരണക്കാരുടെ നികുതി പണം കൊടുത്ത് സംഭരിക്കുന്നത്, അങ്ങനെ സംഭരിച്ചുണ്ടാക്കുന്നത്, അതൊക്കെ നിയമം നേരത്തെ ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ നരേന്ദ്രമോദി എപ്പോഴെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സൗജന്യം കൊടുക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹം എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ആക്ട് പോലെയുള്ള ആക്റ്റുകൾ, അതായത് ഇവിടുത്തെ ജനങ്ങളെ തന്നെ തട്ടുതിരിച്ച് ജാതി തിരിച്ച് നിർത്താനുള്ള നിയമങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ അദ്ദേഹം. അതല്ലാതെ ഇത്തരം മനുഷ്യസ്നേഹപരമായ ഒരു നിയമവും അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ ഉദാഹരണമാണല്ലോ 2005 UPA ഗവൺമെൻറ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി. അതും കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്റ്റാണ്, അതും കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്താണ് കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി, കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ ആക്ട്, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മുഖം മിനുക്കാൻ വേണ്ടി ഇദ്ദേഹം ഉപയോഗിക്കുന്ന വലിയ വലിയ വാഗ്ദാനങ്ങൾക്ക് പിറകിലുള്ളത് എന്ന് നാം മനസ്സിലാക്കണം.